നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ലിയോണിന്റെ കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനു. ലിയോണിനോട് അന്ന് നടന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞതും പൊട്ടിക്കരഞ്ഞിരുന്നു അനു. നീയോട് ചെയ്ത തെറ്റിന്റെ വേദന ആ പെണ്ണിനെ എത്രത്തോളം നോവിക്കുന്നുണ്ടെന്ന് ലിയോണിന് അപ്പോൾ മനസ്സിലായി. അതേസമയം അറിഞ്ഞും അറിയാണ്ടും താനും എത്ര വലിയ പാതകമാണ് തന്റെ പെങ്ങളോട് ചെയ്തതെന്ന് ഓർത്ത് ലിയോണിനുള്ളൂ തോന്നി. കുരിശുമുറ്റത്തെ വീടിന്റെ വലിയ ഗേറ്റിന് മുന്നിൽ ലിയോണിന്റെ കാറ് നിർത്തിയതും മനു ഡോറ് തുറന്ന് വെളിയിലിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ലിയോൺ, നീയ അവൾ തിരികെ വരും ലിയോൺ, എൻ്റെ ചേട്ടായി അവളെ തിരികെ കൊണ്ടുവരും. മറ്റാരുടെയും കണ്ണുനീര് ദൈവം കണ്ടില്ലെങ്കിലും കഴിഞ്ഞ 3 വർഷങ്ങളായി എൻ്റെ ചേട്ടായി അനുഭവിച്ച വേദനയും കണ്ണുനീരും എല്ലാം കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കും. എനിക്കറിയാത്. കണ്ണിലെ നിലവിനൊപ്പം ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ലിയോണിനോട് പറഞ്ഞതും അവനും അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവൾ വന്നിട്ട് വേണം എനിക്ക് അവളോട് 1000 സോറി പറയാൻ. അവൾ ആദ്യം മിണ്ടില്ല എന്നോട്, എനിക്കറിയാം. എന്നാലും ഞാൻ വിടില്ല. കയ്യോടെ ചേട്ടായി ആയിട്ടുള്ള മിന്നുകെട്ടും കൂടി നടത്തി എൻ്റെ ചേട്ടത്തി ആക്കും ഞാൻ. അപ്പം അവൾ എന്നോട് മിണ്ടുവല്ലോ. കണ്ണുകൾ തുടച്ച് ചിരിയോടെ പറയുന്ന അനുവിനെ കണ്ടതും ലിയോണിനും പാവം തോന്നി. നീ അന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൾ ഗർഭിണിയായിരുന്ന കാര്യം അവളോട് പറയണമെന്ന് അവന് തോന്നിയിരുന്നു. പക്ഷേ അന്ന് നീ അനു ഇറക്കി വിടുമ്പോൾ അവളുടെ വയറ്റിൽ ആൽഫയുടെ കുഞ്ഞുണ്ടായതെന്ന് കൂടി അറിഞ്ഞ അനു ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറെ തകർന്നു പോകുന്നവന് തോന്നി. അതുകൊണ്ട് എല്ലാം വിധി പോലെ ഇനി നടക്കട്ടെ എന്നും അവൻ വിചാരിച്ചു. അനുവിന് പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് ലിയോൺ തിരികെ തൻ്റെ കാറെടുത്ത് പോയി. കാറിന്റെ സ്റ്റിയറിംഗിൽ കൈകൾ മുറുക്കുമ്പോൾ കുറച്ചു പേരോടുള്ള പകയും അവൻ്റെ ഉള്ളിൽ പൊന്തി. നീ എന്ത് പണി ആൽഫി കാണിച്ചത്? നീയെ തല്ലി വീണ്ടും അവളെ വിഷമിക്കാനാണോ നിന്റെ തീരുമാനം? അതിനാണോ നീ അവളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചേ? റൂമിന് വെളിയിൽ ഇറങ്ങിയതും ആൽഫിയോട് ദേഷ്യത്തിൽ ചോദിച്ചു ശിവ. നീ കേട്ടില്ലല്ലോ അവൾ എന്താ പറഞ്ഞെന്ന്? അവള് പറയ എന്റെ കുഞ്ഞല്ല കുഞ്ഞിപ്പെണെന്ന്. അവൾ പിഴച്ച് പ്രസവിച്ചതാത്ര. അത് കേട്ട് ഞാൻ ആനങ്ങാതെ നിൽക്കണോടാ. നീ പറ, അവളെ തന്നെ മോശക്കാരെ പറയുന്നത് കേട്ട് ഞാൻ വെറുതെ നിൽക്കണായിരുന്നോ? പറ്റില്ലടാ എനിക്കതിന്. ദേഷ്യത്തിൽ തുടങ്ങി പറഞ്ഞു തീരുമ്പോൾ ആൽഫിയുടെ തൊണ്ടിടറിയിരുന്നു. ഓഹോ, അപ്പൊ അവള് പറഞ്ഞത് കേട്ടപ്പോ നിനക്ക് നൊന്തല്ലേ? നീ അവള് തന്നെ അവളെ മോശക്കാരിയാക്കിയപ്പോ അത് നിനക്ക് സഹിച്ചില്ലല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ ആൽഫി, അപ്പൊ ഒരിക്കൽ നീ അവളോട് പറഞ്ഞതോ നിന്റെ കൂടെ നിന്ന് നിന്നെ ചതിച്ചവളാക്കിയില്ല നീ അവളെ? അപ്പൊ അതൊക്കെയോ ആൽഫി? സ്നേഹിക്കുന്നവനിൽ നിന്ന് തന്നെ അതെല്ലാം കേട്ട ആ പെണ്ണിന്റെ അവസ്ഥ നിനക്കിപ്പോ മനസ്സിലായല്ലോടാ. ശിവ എടാ ഞാൻ ശിവദേശത്തിൽ പറഞ്ഞത് ആൽഫി വേദനയോടെ അവനെ നോക്കി. ശരിയാണ്, ബോധമില്ലാതെ തന്നെ താൻ അവൾ ഒരിക്കലും പറഞ്ഞതാണ് ഇതൊക്കെ. ഒരിക്കലും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റുന്ന വാക്കുകളാണ് അവളെ വിളിച്ചത്. ഓർക്കേ ആൽഫിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഡാ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അന്ന് നീയെ തപ്പി നീ ഇങ്ങോട്ട് വരാൻ പോകുന്ന ദിവസം ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ല നിനക്ക്? അവൾ അത്ര വേഗം നിന്നോട് ക്ഷമിക്കില്ല ആൽഫീത്. കാരണം അവൾ അനുഭവിച്ചത് ഒരു ഉണങ്ങാത്ത മുറിപ്പാടായി അവളിൽ ഉണ്ടാവും. എനിക്കറിയാതെ എൻ്റെ പെണ്ണിനെ നോവിച്ചിട്ടേ ഉള്ളൂ ഞാൻ. അവൾ അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഒന്നുമല്ലെന്ന് അറിയാം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാടാ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. സോറി, ഞാനിനി ദേഷ്യപ്പെട്ടില്ല അവളോട്, പ്രോമിസ്. കണ്ണുകൾ പുറങ്ങയ്യാലെന്ന് തുടച്ചൊരു ചെറിയ ചിരിയോട് ആൽഫി പറഞ്ഞതും ശിവ അവനെ കെട്ടിപ്പിടിച്ചു. സന്തോഷമായടാ എനിക്ക്. അവനെ പറഞ്ഞ് ശിവ പറഞ്ഞു. ആൽഫിയുടെ ഉള്ളവും നിറഞ്ഞിരുന്നു. നെയ്വാ, നമുക്ക് അകത്തേക്ക് പോകാം പറഞ്ഞുകൊണ്ട് ശിവ ആൽഫിയുമായി അകത്തേക്ക് കയറി. ശിവയും ആൽഫിയും അകത്തേക്ക് ചെന്നതും കണ്ടു ബൈസ്റ്റാൻഡർ ബെഡിൽ സാറൊപ്പം ഇരിക്കുന്ന നീയെയും. വിന അവർക്കടുത്ത് തന്നെ നിൽപ്പുണ്ട്. ആൽഫി, ഡോക്ടർ പറഞ്ഞത് 2 ദിവസം ഇവിടെ കിടക്കണമെന്നല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, വിനുവുമായി ഫ്ലാറ്റിലേക്ക് പോയി അത്യാവശ്യം വേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. എന്താ? സാറ പറഞ്ഞതും ആൽഫി ശരിയെന്ന രീതിയിൽ തലയാട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരെയും കൊണ്ട് പോകാം ആൽഫി. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നിനക്ക് മാറാനുള്ള ഡ്രസ്സ് എടുക്കാലോ. എന്നാ നീ ചെല്ല്, ഞാനിവിടെ നിൽക്കാം. ആൽഫി ശിവിയോട് പറഞ്ഞതും അവൻ വിനുവിനെയും സാറയും ഒന്ന് നോക്കിയിട്ട് വെളിയിലേക്ക് പോയി. മോളെ, ഞങ്ങൾ പോയിട്ട് വേഗം വരാട്ടോ. സാറ നീയോട് പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ശേഷം സാറയും വിനുവും മുറിക്ക് പുറത്തേക്ക് പോയപ്പോൾ അവർക്കൊപ്പം അവിടെ വരെ പോയി. ആൽഫി കുഞ്ഞിപ്പെണ്ണിന്റെ അരികിൽ പോയിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. എങ്ങനെയാ പൊന്നാ നീ അപ്പനെ കണ്ടുപിടിച്ചത്? കൂടെ ഉണ്ടായിട്ടും എനിക്കെന്താ പൊന്നെ നിന്നെ അറിയാതെ പോയേ? നിറകണ്ണുകളോട് അവൻ ആ കുഞ്ഞിന്റെ കുഞ്ഞിക്കവളിലൊന്ന് പിടിച്ചു പറഞ്ഞു. അവൻ സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു. താൻ അറിയാതെ ജനിച്ച തന്റെ ചോരയെ അവൻ ആവോളം നോക്കി കാണുകയായിരുന്നു. അവൻ കുഞ്ഞിയുടെ നെറ്റിയിൽ പതിയെ മുത്തി. അപ്പന്റെ ചൂട് തട്ടിയത് കുഞ്ഞൊന്ന് അനങ്ങി. അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വന്നു.
അപ്പോൾ ആ കുഞ്ഞിയുടെ നുണക്കുഴി നന്നായി തെളിഞ്ഞു വന്നു. ആൽഫി അതിലേക്കൊന്ന് നോക്കി. അമ്മയുടെ ചിരിയ അല്ലടി. അവൻ കണ്ണുകൾ നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് കുഞ്ഞിനോട് ചേർന്ന് കിടന്നു. ഇത് കണ്ടുകൊണ്ട് മുറിയുടെ വാതിൽ നിന്ന് നീയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കാഴ്ച അവളിൽ വലിയൊരു നോവ് തീർത്തു. അവൾ വേഗം മുഖം തുടച്ച് മുറിയിൽ ജനാൽക്കരികിൽ പോയി നിന്ന് പുറത്തേക്ക് കണ്ണു പായിച്ചു നിന്നു. നീയ തിരികെ മുറിയിലേക്ക് വന്നതും ജനലോരം പോയി നിന്നതുമെല്ലാം ആൽഫി അറിഞ്ഞിരുന്നു. അവൻ പതിയെ കുഞ്ഞിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് നീയുടെ അടുത്തേക്ക് നടന്നു. കൈകൾ ജനൽ കമ്പിയിൽ മുറുകി പിടിച്ച് തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ആൽഫി. ഇവാ. ചൂടേറിയ ശ്വാസത്തോടൊപ്പം അവൻ വിളിച്ചു. ആ വാക്കുകൾ നീയുടെ ഉള്ളിലൂടെ മുഴുവൻ വിറയലായി പടർന്നു. സോറി പെണ്ണെ, നീ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് കയ്യിൽ പോയപ്പോൾ തല്ലിപ്പോയതാ ഞാൻ. നമ്മുടെ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ മുട്ടിട്ടതോ അവൾ ജനിച്ചതോ ഒന്നും അറിയാതെ പോയൊരു ഭാഗ്യമില്ലാതെ അപ്പനായി പോയില്ലേ ഞാൻ. അതെല്ലാം ഓർത്തപ്പോ സങ്കടവും ദേഷ്യം എല്ലാമായി. അതാപ്പോ പിറകിൽ നിന്നും പുറന്നവളുടെ കഴുത്തിൽ മുഖം പൂട്ടി ആൽവി പറയുമ്പോൾ അവന്റെ കണ്ണുനീര് അവളെ നനക്കുന്നുണ്ടായിരുന്നു. തികട്ടി വരുന്ന കരച്ചിൽ അടക്കി പിടിച്ച് അവൾ കണ്ണുകൾ ഇറുകിയടിച്ചു. തെറ്റാണ് ചെയ്തതെന്ന് അറിയാൻ പെണ്ണെ, പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലെന്നും അറിയാം. പക്ഷെ എല്ലാം മറന്നൂടെ പെണ്ണെ, പുറത്തൂടെ എന്നോട്. നിന്റെ ഞാൻ, നിന്റെ മാത്രം ഇച്ചാനല്ലടി ഞാൻ. വാക്കുകൾ ഇടറിക്കിടക്കുന്ന ആൽവിയുടെ ശബ്ദം കേട്ടപ്പോൾ നീയുടെ നെഞ്ച് വിങ്ങിയെങ്കിലും പൊറുക്കാൻ അവളുടെ മനസ്സ് തയ്യാറായില്ല. വേണ്ട, തൊടണ്ടെന്നെ. എന്റെ ദേഹത്ത് തൊടാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. അടുത്ത നിമിഷം കണ്ണുകൾ ആഞ്ഞു തുറന്നവൾ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൽഫിയുടെ കൈകളെ വിടുവിച്ച് അവനെ തന്നീന്ന് തള്ളി മാറ്റി അവൾ അലറി. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ എല്ലാം മറന്ന് നിങ്ങളോട് ഞാൻ പൊറുക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ എത്ര വേഗം എല്ലാം കഴിഞ്ഞല്ലേ. ചെയ്യാനും പറയാനുള്ളതെല്ലാം ചെയ്തിട്ടൊരു സോറി പറഞ്ഞ എല്ലാം അവിടെ തീരുവച്ചായ പറ. കണ്ണുനീരിനെ കൂട്ടിപ്പിടിച്ച് അവൾ ചോദിച്ചപ്പോൾ ആൽഫി തിരിച്ചൊന്നും പറയാതെ മിണ്ടാതെ നിന്നുപോയി. ഞാനൊരിക്കൽ ഇങ്ങനെ വന്നതല്ലേ ഈ മുമ്പിൽ, അന്ന് യാചിച്ചില്ലേ ഞാൻ. എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കുമെന്ന് അപേക്ഷിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾ കേട്ടോ? അത് ഇല്ല. എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്ക പോലും ചെയ്യാതെ ഞാനാണ് തെറ്റുകാരിയെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചതല്ലേ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മാപ്പ് പാർസല്? വേണ്ട ഇത്. വെറുതെ എന്നെ പോലൊരു പീറ പെണ്ണിന്റെ മുമ്പിൽ ദി ഗ്രേറ്റ് ആൽഫ്രഡ് തല കുനിക്കണ്ട. പിന്നെ വീണ്ടും നിങ്ങളിലേക്ക് ഒരു മടങ്ങി വരുമ്പോ ഞാൻ ഇനി ചെയ്യില്ല. അതിനായി വെറുതെ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ചുവന്ന കണ്ണുകളോട് ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞിട്ട് അവൾ നേരെ കുഞ്ഞിപ്പെണ്ണിനരികെ പോയിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്ന് അവന്റെ മിഴികൾ നിറഞ്ഞു. ശരിയാണ് അവൾ പറഞ്ഞത്, അത്രയും തെറ്റുകാരൻ ഞാൻ മാത്രമാണ്. ആൽഫി അവളെയും കുഞ്ഞിനെയും ഒന്ന് നോക്കി പതിയെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ കുഞ്ഞിന്റെ അരികിലിരുന്ന് ഒച്ച വെളിയിൽ വരാതെ കരയുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഇനിയും അവളെ വിഷമിക്കുന്ന ഒരു സംസാരം ഉണ്ടാക്കേണ്ടെന്ന് അവന് തോന്നി. ശിവി ഒന്ന് ഫ്രഷ് ആയ ശേഷം ആൽഫിക്ക് മാറാനുള്ള ഡ്രസ്സും മറ്റും എടുത്തുകൊണ്ട് വിനുവിന്റെ ഫ്ലാറ്റിലെത്തി. ആ മോൻ വന്നോ? വിനു കുളിക്കുവാ, മോൻ കേറി വാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. കഥക്ക് തുറന്നതും പുറത്തു നിൽക്കുന്ന ശിവിയോട് സാറ പറഞ്ഞു. അവനകത്തേക്ക് കയറിയതും സാറ ശിവക്കുള്ള ചായ എടുക്കാൻ പോയി. കയ്യിൽ നിന്ന് ചെറിയ ബാഗ് അവിടെ ഹാളിലെ സോഫയിൽ വെച്ച് ശിവ ആ മുറി ചുറ്റൊന്ന് നോക്കി. പെട്ടെന്നാണ് ചുവരിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിലേക്ക് ശിവയുടെ കണ്ണുകൾ പോയത്. കുഞ്ഞിപ്പെണ്ണ് ജനിച്ചപ്പോൾ മുതൽ അവളുടെ ഇപ്പോഴുള്ളത് വരെയുള്ള ഫോട്ടോസ് ഉണ്ടവിടെ. ശിവ നിറചിരിയോട് ആ ഫോട്ടോകളിൽ കൂടി കണ്ണോടിച്ചു. കുഞ്ഞിപ്പെണ്ണൊന്ന് കാണാനുള്ള കൊതിവുണ്ടായി അവന്. ദാ മോനെ, ചായ കുടിക്ക്. ശിവക്കടുത്തേക്ക് വന്ന് കയ്യിലുള്ള ചായ അവന് നേരെ നീട്ടി സാറ പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് ആൽഫിയെ പറത്തി വെച്ചേക്കുവാ അല്ലേ ആൻറ്റി? അവന്റെ നീലക്കണ്ണുകൾ മാത്രമല്ല, ആ നുണക്കുഴി ചിരിയും അവന്റെ ചെമ്പ മുടിയൊക്കെ അതേപടി കിട്ടിയിട്ടുണ്ട് മോൾക്ക്. സാറയുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് ശിവ പറഞ്ഞു. ശരിയാ, നീ ഏടെന്ന് പറയാൻ ആ ചിരി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അച്ചുവിന്റെ തനി പകർപ്പാവള്. ഇടയ്ക്കുള്ള ദേഷ്യവും കാണണം. കണ്ണു മൂക്കെല്ലാം ചുവപ്പിച്ചൊരു അലറി കരച്ചിലുണ്ട്. അപ്പൊ അവള് തനി അപ്പൻകുട്ടിയാ. കുഞ്ഞിപ്പെണ്ണിന്റെ ഫോട്ടോയിൽ തന്നെ നോക്കി സാർ ഒരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ സാർ ആൽഫിയെ അച്ചു എന്ന് വിളിച്ചത് കേട്ട് ശിവ അവരെ നോക്കി ഞെട്ടി നിൽക്കുകയാണ്. അച്ചു? ആന്റി ആൽഫി അച്ചു എന്നല്ലേ ഇപ്പൊ വിളിച്ചത്? ആ പേര് അവന്റെ ചെറുപ്പത്തിൽ അവൻ അടുത്തറിയുന്നവർ മാത്രം വിളിച്ചിരുന്നതല്ലേ? ആ പേരെങ്ങനെ ആന്റിക്കറിയാം? ശിവ സംശയത്തോടെ ഉള്ളിൽ ചോദിച്ചു. ആ സാറ് വന്നോ? ഞാൻ റെഡിയാകുമായിരുന്നു. കുറെ നേരമായി വന്നിട്ട്. ഏയ് ഇല്ല വിനു, ഞാനിപ്പോ എത്തിയുള്ളൂ. പിന്നെ സാർ ആന്റിയുമായി സംസാരിച്ചു തന്നു. ഫ്രഷായി ഒരുങ്ങി അങ്ങോട്ട് വന്ന വിനു ചോദിച്ചതും ശിവ അവനോടായി പറഞ്ഞു. എന്നാ താമസിക്കണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ വിനു. ദാ
ആ മേശയ്ക്ക് മുകളിലിരിക്കുന്ന ബാഗ് എടുത്തോ. ഇന്ന് രാത്രിയിൽ കഴിക്കാനുള്ള ഫുഡും നീയേക്കും കുഞ്ഞിനുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളെല്ലാം അതിലുണ്ട്. സാറ പറഞ്ഞതും വിനു മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചു. അല്ല, അപ്പൊ ആന്റി വരുന്നില്ല ഹോസ്പിറ്റലിൽ? ഇല്ല മോനെ, ഞാൻ നാളെ രാവിലെ അങ്ങ് വരാം. ഇപ്പം ഞാൻ വന്നാൽ ശരിയാവില്ല. നീയെ പിന്നെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കും. നിങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ട് ഇങ്ങ് തിരിച്ചു വരുവാണെങ്കിൽ അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് നീയേയും ആൽഫി മാത്രമേ ഉണ്ടാകൂ. അതാ ഇപ്പം നല്ലത്. ഇനി അവരകന്ന് നിൽക്കുന്നത് ശരിയല്ല. അവർ പരസ്പരം ഒന്നും മിണ്ടട്ടെ, അതല്ലേ നല്ലത്. സാറ ശിവിയെയും വിനുവിനെയും നോക്കി പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അത് സമ്മതം വെച്ചു. പരസ്പരം ഒരു തുറന്ന പരിശീലനം അവർ ഒറ്റക്കാവുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. പിന്നെ അധികം നേരം നിൽക്കാതെ സാറയോട് യാത്ര പറഞ്ഞ് ശിവയും വിനുവും ഇറങ്ങി. ആഹാ, മോളെ എഴുന്നേറ്റില്ല ഇതുവരെ? മുറിയിലേക്ക് വന്ന നേഴ്സിന്റെ ശബ്ദം കേട്ടതും നീയ മോളുടെ അടുത്തേന്ന് എഴുന്നേറ്റ് നിന്നു. ഏയ് ഇല്ല, 1-2 തവണ ഒന്ന് ചെരുങ്ങിപ്പോയിരുന്നു. ചിലപ്പോൾ എഴുന്നേക്കാൻ വേണ്ടിയാവും. നീയ മുഖമൊന്ന് തുടച്ച് പറഞ്ഞു. അല്ല, മാഡത്തിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? ഇങ്ങനെ ആയാലോ? ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ എന്തോരം വീഴുന്നതാ. ചിലപ്പോൾ നല്ല മുറിവൊക്കെ പറ്റില്ലേ? ഇവിടെ പിന്നെ ഭാഗ്യത്തിന് മോൾക്ക് വലിയ പരിക്കൊന്നുമില്ലല്ലോ. അങ്ങനെ സമാധാനിക്ക്. കയ്യിലുള്ള മരുന്നിന്റെ ട്രേ ബെഡിന്റെ അടുത്തുള്ള ടേബിളിൽ വെച്ച് നേഴ്സ് ഒരു ചിരിയോടെ പറഞ്ഞതും നീയും അവരെ നോക്കിയൊന്ന് ചിരിച്ചു. സാറിന് നല്ല വിഷമാണല്ലേ? ഇങ്ങോട്ട് കയറിയപ്പോൾ കണ്ടു ആള് പുറത്ത് കസേരയിലിരിക്കുന്നത്. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴേ തോന്നി കുഞ്ഞിന്റെ കാര്യം ഓർത്തായിരിക്കുമെന്ന്. കുഞ്ഞിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴേ നേഴ്സ് പറയുന്നത് കേട്ടത് നീയുടെ കണ്ണുകൾ ഡോറിലേക്ക് പാഞ്ഞു. അവൾക്ക് വിഷമം തോന്നി. ആൽഫി ഇറങ്ങിപ്പോയിട്ട് നേരം കുറിച്ചായി അവളപ്പോൾ ഓർത്തു. നേഴ്സ് കുഞ്ഞിപ്പെണ്ണിന്റെ IV മരുന്ന് തിന്ന സെറ്റ് മാറ്റുകയായിരുന്നു. കയ്യിൽ മരുന്ന് കാലിൽ ഊരിയതും കുഞ്ഞ് ഞെട്ടി ഉണർന്ന് വേദന എടുത്തതും അവൾ വലിയ വായിൽ ഉറക്കെ കരയാൻ തുടങ്ങി. അയ്യോ വാവേ, ഒന്നുമില്ലടാ, കരയാതെ. ഇല്ലടാ, ഒന്നുമില്ലട്ടോ. നീ വേഗം കുഞ്ഞിന്റെ അടുത്തേക്ക് ഇരുന്ന് അവളെ തട്ടി ആശ്വസിപ്പിക്കാൻ നോക്കി. വാവു വാവു കിനി. എന്നാൽ കുഞ്ഞിപ്പെണ്ണ് തന്റെ കുഞ്ഞിക്കൈ കൊണ്ട് തലയൊക്കെ പിടിച്ച് കരയാൻ തുടങ്ങി. കുഞ്ഞിന് തലവേദന എടുക്കുന്നുണ്ടെന്ന് അവൾ നീയോട് പറയുന്നതാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കാണുന്നതും അവളുടെ നെഞ്ച് പൊടിയാൻ തുടങ്ങി. അടുത്ത നിമിഷം നീയെ കുഞ്ഞിനെ വാരിയെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭാവു മാറൂട്ടോ, അമ്മയില്ല എൻ്റെ പൊന്നിന്. അമ്മ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ ഭാവം മാറ്റാട്ടോ. കുഞ്ഞിനെ തടുകയും മാട്ടിക്കൊടുത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ നോക്കി നീയ. കുഞ്ഞിപ്പെണ്ണിന്റെ റൂമിന് വെളിയിലെ ഫ്ലോറിൽ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ചെയറിൽ ഇരിക്കുകയായിരുന്നു ആൽഫി. പെട്ടെന്ന് അകത്ത് നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങിയതും അവൻ്റെ ഉള്ളം കീറിപ്പോകുന്നത് പോലെ തോന്നി. ഒരു നിമിഷം പോലും താമസിയാതെ അവൻ എഴുന്നേറ്റ് ഓടിക്കേറി. മുറികളിലേക്ക് കയറിയതും കണ്ടു കട്ടിലിരിക്കുന്ന നീയയുടെ മടിയിൽ കിടന്ന് വലിയ വായിൽ കരയുന്ന കുഞ്ഞിനെ. വാവേ. വാക്കുകൾക്ക് ഇപ്പുറം വികാരം നിറഞ്ഞ കണ്ണുകളിൽ അടുത്ത നിമിഷം അവൻ പാഞ്ഞെത്തി നീയെയും കുഞ്ഞിനെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു.